നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയിൽ FC ബാഴ്സലോണ തോറ്റു പുറത്തായല്ലോ. തോറ്റു എന്ന് പറഞ്ഞാൽ ഈ കളി ജയിച്ചുകൊണ്ട് കാര്യമില്ല, അഗ്രിഗേറ്റ് തോറ്റു. 4-3 അഗ്രിഗേറ്റ് തോറ്റു, അതാണ് തോറ്റു എന്ന് പറഞ്ഞത്. അപ്പോൾ തോറ്റു പുറത്തായത് കൂടാതെ ബാഴ്സക്ക് മറ്റൊരു കനത്ത തിരിച്ചടി കൂടി സംഭവിച്ചിരിക്കുകയാണ്. അതായത് അവർക്ക് ചില താരങ്ങൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇതൊട്ടും ഗുണകരമായ കാര്യമല്ല എന്ന് ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കളിയുടെ 13ാമത്തെ മിനിറ്റിലാണ് യൂൾസ് കൂണ്ടയെ മാറ്റേണ്ടി വരുന്നത്. പകരം വന്നത് ബാൽഡയാണ്. ആ ബാൽഡയാണ് പിന്നീട് രണ്ടാം പകുതിയിൽ 71ാമത്തെ മിനിറ്റിൽ പരിക്ക് പറ്റി പിൻവലിച്ച് അറൗഹോയെ കളിക്കളത്തിലേക്ക് ഇറക്കേണ്ടി വന്നത്. തുടരെ കളിക്കേണ്ടി വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്. ഏതായാലും കൂണ്ടയും ബാൽഡയും അവർക്ക് രണ്ടുപേർക്കും ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് കൂടുതൽ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തിയേക്കും. പക്ഷേ ഏറ്റവും അധികം സാധ്യത എന്ന് പറഞ്ഞാൽ ബോത്ത് ഹാവ് എ ടിയർ. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 3 വീക്സ് എങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും ബാഴ്സയ്ക്ക് തിരിച്ചടിയാണ്. എവറിത്തിങ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യൂൾസ് കൂണ്ടെ ആൻഡ് അലയാൻഡ്രോ ബാൽഡെ വിൽ ബി ഔട്ട് ഫോർ 3 വീക്സ് എന്നാണ് ആ റിപ്പോർട്ടുകളിലുള്ളത്. ഇന്നലെ കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്, ഐ ആം നോട്ട് ഹാപ്പി അബൌട്ട് ദി ഇഞ്ചുറീസ്. പരിക്കുകളിൽ എനിക്കൊട്ടും സന്തോഷമില്ല, ഞാൻ സന്തോഷവാനല്ല. ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഇങ്ങനെ പരിക്ക് പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട്. വി പെയ്ഡ് എ ലോട്ട്. തീർച്ചയായിട്ടും ദിസ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ഫോർ അസ് എന്നുകൂടി അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നത് ടീമിൻ്റെ കോമ്പിനേഷൻ തന്നെ ബാധിക്കും. ടൈറ്റിൽ റേസുകളിൽ ഇനിയും ഇപ്പോൾ കോപ്പ ഡെൽ റേ പോയെങ്കിൽ പോട്ടെ, ലീഗയും അതുപോലെ ചാമ്പ്യൻസ് ലീഗും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ബാഴ്സക്ക് ഒരു തിരിച്ചടി തന്നെയായി മാറുകയാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.